നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകൾ. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം കറണ്ട് അഫയേഴ്സ് 2024 എന്ന പ്ലേലിസ്റ്റിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ ഓരോ എക്സാംസ് വരുമ്പോഴത്തേക്കും അതിനകത്ത് വീഡിയോസ് നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ട് വേണം പോകാൻ. അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ഫാക്ട്, കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളെ പറ്റിയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കളായത് അർജന്റീനയാണ്. അർജന്റീന പ്രതീക്ഷിത ചോദ്യമാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീന. ഫൈനലിൽ ഏത് രാജ്യത്തിന്റെ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? കൊളംബിയയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. അർജന്റീനയുടെ 16ാമത് കോപ്പ അമേരിക്ക കിരീടം കൂടിയാണ് അവർക്ക് 2024 വിജയത്തിലൂടെ ലഭിച്ചത്. മികച്ച താരം ആരായിരുന്നു? ഹാമിഷ് റോഡ്രിഗസ് ആയിരുന്നു മികച്ച താരം. ഓക്കെ, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. അർജന്റീനയുടെ 16ാമത് കോപ്പ അമേരിക്ക കിരീടമാണെന്ന് ഓർക്കുക. മികച്ച താരം ഹാമിഷ് റോഡ്രിഗസ് ആണെന്നും ഓർക്കുക. ഓക്കെ, അടുത്ത ഫാക്ട്, രാജ്യത്തെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് സജ്ജീകരിച്ച ജില്ല ഏത്? രാജ്യത്തെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് സജ്ജീകരിച്ച ജില്ല വയനാട് ജില്ല. രാജ്യത്തെ തന്നെ ആദ്യത്തേതാണ് വയനാട് ജില്ല, ഓർക്കുക. മെറ്റ അവതരിപ്പിച്ച പുതിയ AI മോഡലിന്റെ പേരാണ് ലാമ 3.1. മെറ്റ അവതരിപ്പിച്ച പുതിയ AI മോഡൽ. AI ചോദ്യം ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് PSC ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ ഓർത്തിരിക്കാം. മെറ്റ അവതരിപ്പിച്ച പുതിയ AI മോഡലിന്റെ പേരെന്താ? ലാമ 3.1. ലാമ 3.1. UPSCയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത് ആര്? ചെയർപേഴ്സൺ വനിതയാണ്, പ്രീതി സുധൻ ആണ് UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത്. കഴിഞ്ഞ മാസ അവസാനം ഒരു വലിയൊരു സംഭവം കേരളത്തിൽ നടന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഉരുൾപൊട്ടൽ ജൂലൈ മാസം 30 വയനാട് ജില്ലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. വയനാട് ജില്ലയിൽ അടുത്തിടെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഷുവർ ആയിട്ടും ഇനിയൊരു പരീക്ഷയ്ക്ക് PSC ചോദിക്കും. മുണ്ടക്കൈ, ചൂരൽമല, അത് അധികം ആരും മറക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോഴും അതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആൾക്കാർ. മുണ്ടക്കൈ, ചൂരൽമല എന്നീ സ്ഥലങ്ങൾ വയനാട് ജില്ലയിലാണ്. ജൂലൈ 30 2024 ജൂലൈ 30 ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുണ്ടക്കൈയും ചൂരൽമലയുമാണെന്ന് ഓർക്കുക. 2024 വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം ലഭിച്ചത് ആർക്കാണ്? സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസിനാണ്. 2024 വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ലഭിച്ചത്. 2024 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത് ആർക്കാണ്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവയ്ക്കാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവയ്ക്കാണ് വനിതാ സിംഗിൾസ് കിരീടം, വിംബിൾഡൺ കിരീടം 2024 ലഭിച്ചത്. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രതീക്ഷിക്കാം. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയുടെ പേരാണ് കൈലാസ് നാഥ്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDC, LGS, കേരള ബാങ്ക് OA, സെക്രട്ടേറിയറ്റ് OAയുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ പ്രിലിംസും മെയിൻസും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് OA ഡിഗ്രി ഉള്ളവർക്ക് എഴുതാം. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും.
ഡിഗ്രിക്കാർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA. ആദ്യം പ്രിലിംസ് ഉണ്ടായിരിക്കും, ഈ വർഷം അവസാനം പ്രിലിംസ്, അടുത്ത വർഷം 2025 മെയിൻസും ഉണ്ടായിരിക്കും. LDCയുടെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രിലിംസും മെയിൻസും ഫുള്ളായിട്ട് കവർ ചെയ്ത് തന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ് ഫുൾ കോഴ്സായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാം. അത് മാത്രമല്ല, ഇതുപോലെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞ LDC കൊല്ലം കണ്ണൂർ വരെയുള്ള റിലേറ്റഡ് ഫാക്ട്സ് അതിനകത്തുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു പാക്കേജ് ആണ് ആ കോഴ്സിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുപോലെ LDCയുടെ കോഴ്സ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ December 31 വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. LGSന്റെ കോഴ്സ് പോകുന്നു. കേരള ബാങ്ക് OAയുടെ കോഴ്സിനൊക്കെ ഇപ്പോൾ ഓഫർ ഉണ്ട്. LGSന്റെ കോഴ്സിന് ഇപ്പോൾ ഓഫർ ഉണ്ട്. LDCയുടെ കോഴ്സിനൊക്കെ ഇപ്പോൾ ഓഫർ ഉണ്ട്. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. ഞാനാണ് എല്ലാ ക്ലാസ്സും എടുക്കുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ചാറ്റ് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ മാക്സിമം ഈ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. ഒരു ജോലി, ഒരു സർക്കാർ ജോലി എന്നൊന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു സർക്കാർ ജോലി എത്രയും വേഗം തന്നെ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതിനുള്ള സപ്പോർട്ട് എപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞ ഫാക്ട്സ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീന. ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ഇതൊക്കെ സിമ്പിൾ ഫാക്ട്സിലെ ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. അർജന്റീനയാണ് ജേതാക്കൾ. ഫൈനലിൽ കൊളംബിയയാണ് തോൽപ്പിച്ചത്. അർജന്റീനയുടെ 16ാമത് കിരീടമാണെന്ന് ഓർക്കുക. ആരായിരുന്നു മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഹാമിഷ് റോഡ്രിഗസ് ആയിരുന്നു മികച്ച താരം. അടുത്ത ഫാക്ട്, രാജ്യത്തെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് സജ്ജീകരിച്ച ജില്ല ഏത്? വയനാട് ജില്ലയാണ്. മെറ്റ അവതരിപ്പിച്ച പുതിയ AI മോഡൽ ലാമ 3.1. ഇനി UPSCയുടെ ചെയർപേഴ്സണായി നിയമിതയായത് പ്രീതി സുധനാണ്. 2024 ജൂലൈ 30 ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ജില്ലയിലെ പ്രദേശങ്ങൾ ഏതൊക്കെ? മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളാണ്. 2024 വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. രാജ്യം സ്പെയിൻ ആണ്. വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബാർബോറ ക്രെജിക്കോവ, ചെക്ക് റിപ്പബ്ലിക് താരമാണ്. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതരായ മലയാളി കൈലാസ് നാഥ്. ക്ലിയർ അല്ലേ? അടുത്ത ഫാക്ട്സിലേക്ക് പോകാം. അടുത്ത ഫാക്ട്സ് നോക്കാം. നമ്മൾ നേരത്തെ കോപ്പ അമേരിക്ക പറഞ്ഞു. അതുപോലെ തന്നെ നടന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് യൂറോ കപ്പ് 2024. 2024 യൂറോ കപ്പ് കിരീട ജേതാക്കളായത് സ്പെയിൻ ആണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. സ്പെയിനിന്റെ 4ാമത്തെ യൂറോ കപ്പ് കിരീടമാണ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് കിരീടം നേടുന്ന രാജ്യം കൂടിയായി അല്ലെങ്കിൽ ടീം കൂടിയായി സ്പെയിൻ. അപ്പൊ യൂറോ കപ്പ് 2024 കിരീട ജേതാക്കൾ സ്പെയിൻ, കോപ്പ അമേരിക്ക അർജന്റീന. രണ്ടും മാറിപ്പോവരുത്. സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. സ്പെയിന്റെ 4ാമത്തെ കിരീടമാണ്. ഏറ്റവും കൂടുതൽ തവണ യൂറോ കപ്പ് കിരീടം കരസ്ഥമാക്കുന്ന ടീമും ഏതായി? സ്പെയിനായി. ഓക്കെ, 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി. G20യുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതും ഇപ്പോ ബ്രസീൽ തന്നെയാണ്. ബ്രസീൽ. ഓക്കെ, സാധ്യതാ ചോദ്യമാണേ. കേരളത്തിന്റെ ലോകായുക്തയായി നിയമിതനായത് ആര്? ജസ്റ്റിസ് N അനിൽകുമാർ. പ്രതീക്ഷിത ചോദ്യം. ജസ്റ്റിസ് N അനിൽകുമാർ ആണ് കേരളത്തിന്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത്. ജസ്റ്റിസ് N അനിൽകുമാർ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പേര് മാറ്റി. ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിന്റെ പേര് അശോക് മണ്ഡപം എന്നുമാണ് പുനർനാമകരണം ചെയ്തത്. അപ്പൊ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിന്റെ പേര് അശോക് മണ്ഡപം എന്നുമാണ് പുനർനാമകരണം ചെയ്തത് എന്ന് ഓർക്കുക. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച ദൗത്യത്തിന്റെ പേരെന്ത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ ഇന്ദ്രാവതിയിലൂടെയാണ് ആഭ്യന്തര യുദ്ധം
രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ചത് എന്ന് ഓർക്കുക. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹെയ്ത്തി. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലു എന്ന പൊന്മാനാണ്. നീലു എന്ന പൊന്മാനാണ് 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം. നീലു എന്ന പൊന്മാൻ. അമീബിക് മസ്തിഷ്ക ജ്വരം ഇത് സംബന്ധിച്ച മാർഗരേഖ തയ്യാറാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളമാണ് ആദ്യമായിട്ട് ഒരു മാർഗരേഖ തയ്യാറാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗകാരിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗ്ലേറിയ ഫൗളറി എന്ന അമീബയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്തിരിക്കാം. മാർഗരേഖ തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണെന്നും ഓർക്കുക. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അടുത്ത സ്ഥാനങ്ങളിൽ വരുന്നത് ഉക്രൈൻ ആണ്. ഉക്രൈൻ. ഓക്കെ, ആദ്യത്തെ സ്ഥാനം റഷ്യയാണ്. റഷ്യ. ഇന്ത്യയുടെ സ്ഥാനം 10ാമത്തെ സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാമത്തെ സ്ഥാനമാണ്. അടുത്തത് യൂണിഫോം സിവിൽ കോഡ്. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിരുന്ന ഫാക്ട്, ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഏത്? ഗോവ. പക്ഷെ ഗോവയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ സിവിൽ കോഡാണ്. UCC ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസ്സാക്കി. ആ ബില്ലിലൂടെ ഒരു യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. അപ്പൊ രാജ്യത്തെ ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ് ഉത്തരം. രാജ്യത്തെ ആദ്യത്തെ അല്ലെങ്കിൽ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പൊ പറഞ്ഞ ഫാക്ട്സ്. യൂറോ കപ്പ് സ്പെയിൻ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. 2024 G20 ഉച്ചകോടി വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ്. കേരള ലോകായുക്തയായിട്ട് നിയമിതനായത് ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിന്റെ പേര് അശോക് മണ്ഡപം എന്നുമാണ് പുനർനാമകരണം ചെയ്തത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലു എന്ന പൊന്മാനാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഒരു മാർഗരേഖ തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യം റഷ്യ. ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ക്ലിയർ? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാം. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓരോ ബാനറായിട്ട് സ്റ്റോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കോഴ്സുകളെല്ലാം വരും. ഇപ്പൊ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ഓപ്ഷൻ എല്ലാം ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.